ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഫുഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് അപ്പം ഉരുളക്കിഴങ്ങായിരുന്നു കേട്ടോ. ഞാൻ ഒരു 8:30 ആകുമ്പോൾ തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിയും. അത് കഴിഞ്ഞപ്പോൾ ഒരു 10 മണിയായപ്പോൾ എനിക്കൊരു മേഗി തിന്നാൻ കൊതി വന്നു. അങ്ങനെ അമ്മ എനിക്ക് നല്ല മേഗിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഈ മുട്ടയൊക്കെ ചിക്കിയിട്ട് പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നാലും ഞാൻ അത് ഓവറായിട്ടൊന്നും കഴിക്കത്തില്ല. ജസ്റ്റ് കൊതിക്ക് വേണ്ടി ഒരു ദിവസം കഴിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു 1:30 മണിയായി. ഇടയ്ക്കുള്ള ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ അങ്ങനെ പുറത്തോ ഒരിടം ഒന്നും പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് നമ്മൾ നല്ല പഴിഞ്ഞ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നല്ല ചക്ക വച്ചതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചക്ക വെച്ചതും കറി വെച്ച മീൻ പിന്നെ പൊരിച്ച മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പഴഞ്ഞുപിടിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ഈ ചൂട് കാലാവസ്ഥയ്ക്ക് പറ്റിയ സംഭവമാണല്ലോ ഈ പഴിഞ്ഞെന്ന് പറയുന്നത്. നമ്മൾ ഉള്ളായാലും ഇത്ത് തണുക്കുമല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ കുടിക്കാറുണ്ട്. പിന്നെ ഒരു ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടിയൊന്നും ഇതുവരെ പാക്ക് ചെയ്ത് വെച്ചിട്ടില്ല. അങ്ങനെ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത പരിപാടി പെട്ടിയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നതാണ്. അതിനുവേണ്ടി ഓരോ സംഭവങ്ങളും ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് വീഡിയോ ഞാൻ എന്തായാലും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ അമ്മ നല്ല ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയത് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ അനീഷേൻ്റെ വല്യച്ഛൻ്റെ മോനും വൈഫും കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് പറയും അനീഷേൻ്റെ ഫ്രണ്ടും ഫാമിലിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അവരുടെ ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം പ്രതീക്ഷിക്കാതെ അവർ സർപ്രൈസ് പോലെ കയറി വന്നതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ 2 പാർട്ടിക്കാർ വന്നപ്പോഴും ഒരു ലോഡ് സാധനങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന വീട്ടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംഭവമാണ് ഫ്രൂട്ട്സും പലഹാരവും വന്നിട്ട്. വീട്ടുകാർ ഒരു തത്തി വാങ്ങും, വരുന്നവർ ഒരു തത്തി വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെ ഇരിക്കവേ അപ്പുറത്തെ അമ്മൂമ്മയും ഇതുപോലെ എനിക്ക് കുറച്ച് മുട്ടായി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്യാസ് മുട്ടായി, ഇഞ്ചി മുട്ടായും അങ്ങനെ പണ്ടത്തെ നൊസ്റ്റു മുട്ടായിയൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ കൊണ്ടുവന്ന സാധനമൊക്കെ ഇങ്ങനെ കവറിൽ നിന്നൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് വയ്ക്കുകയാണ്. ഇപ്പോഴും എൻ്റെ ബാക്ക് പാക്കിംഗ് ഒന്നും നടന്നിട്ടില്ലായിരുന്നു. ഞാൻ ബാക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി എല്ലാം എടുത്തു വെച്ചിരുന്നപ്പോഴായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നാളെ ആയാലും എനിക്ക് ബാഗ് പാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാഗിനകത്ത് മാത്രം എടുത്ത് വച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാ സൈഡിൽ കവറിലാക്കിയാലും എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ പോയി ഒന്ന് മേലൊക്കെ ഒഴിച്ചിട്ട് വന്നപ്പോൾ അമ്മ എനിക്ക് നല്ല മുന്തിരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് മുന്തിരിയും കഴിച്ച് പിന്നെ രാത്രിയിലത്തേക്ക് അമ്മ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ബ്രിഞ്ചൽ കറി ഉണ്ടല്ലോ, അതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. ഞാനിവിടെ ഐക്കാട്ടി കൊടുത്തേക്കാവേ. ഓൾറെഡി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ട്രെൻഡിങ് കറി വന്നിട്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് പൊതുവേ കത്തിരിക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചപ്പാത്തി ആ ഒരു കത്തിരിക്ക കറിയും കൂടെ അമ്മ എനിക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് പാലും കുടിച്ച് ഞാൻ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഗൈസ് എൻ്റെ ഇന്നത്തെ ഒരു ഡേ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുമ്പോൾ എൻ്റെ കുട്ടി ചാനൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.